ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കാട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തെയും നമ്മുടെ അശ്വിനെ പോലെ കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അശ്വിൻ്റെ പോലത്തെ ആ ഒരു ആക്ഷനൊക്കെ കാണിക്കും കേട്ടോ. അശ്വിനാണെങ്കിൽ ഈ ഡാൻസ് ശ്രുതി കളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ആ ഡാൻസ് കളിക്കുന്ന തൻ്റെ ചെവി വന്ന് കളിക്കണ പോലെയാണ് അശ്വിന് തോന്നുന്നത്. അങ്ങനെ അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഡാൻസ് കണ്ട് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി പോകുമ്പോഴേക്കും എനിക്ക് എപ്പോഴും അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വഴക്ക് പറയാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു സ്ഥലത്ത് മാറി മൂലക്ക് പോയി ഇരിക്കുവാണ്. ശേഷം എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് ഡാൻസ് കൈയടിച്ച് പാസ്സാക്കുമായിട്ട്. അങ്ങനെ അശ്വിനെ കളിയാക്കിക്കൊണ്ടുള്ള ശ്രുതിയുടെ ഡാൻസ് കണ്ടിട്ട് ശ്രുതി ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ അമ്മ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്താ അമ്മ, എന്ത് പറ്റി? എന്താ ഡാൻസ് കൊള്ളില്ലായിരുന്നോ? നീയേ അശ്വിൻ സാറാമിനെ കളിയാക്കിയിട്ടിട്ടുണ്ട് ഡാൻസ് കളിച്ചത്, അമ്മക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഉദ്ദേശിച്ചിട്ട് നല്ല ഡാൻസ് കളിച്ചത് എന്ന് ശ്രുതി പറയാണ്. ആ സമയത്ത് അമ്മായി വരുന്നുണ്ട്. എൻ്റെ ശ്രുതി മോളെ നല്ല അടിപൊളി ഡാൻസ് ആണ് നിൻ്റെ ആ ഡാൻസ് കേട്ടോ എന്നിങ്ങനെ പറയണം. അയ്യോ അമ്മായിക്ക് ഇപ്പോഴും ശരിയായില്ല അമ്മേ. ഇല്ലെന്നേ എന്ന് പറയാണ്. ആ സമയത്ത് പ്രീതി വരുന്നുണ്ട്. അതെ ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാണ്. എന്താ ചേച്ചി, എന്താ കാര്യം ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. എന്താ ചേച്ചി എന്താന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, നിൻ്റെ കൂടെ ഡാൻസ് കളിക്കാണ്ട് വരുന്ന പ്രെയർ ഉണ്ടല്ലോ ദേവിക, ആ കുട്ടി ഇതുവരെ വന്നിട്ടില്ല. ദേവിക ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അപ്പുറത്തേക്ക് പോവാണ്. അതിനുശേഷം ദേവിക എന്ന് പറഞ്ഞ പെണ്ണിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. പക്ഷേ ആ പെണ്ണ് ഫോൺ എടുക്കുന്നില്ല. ഇവളെന്താ ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അശ്വിൻ വരുവാട്ടോ. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ ഡാൻസ് കളിക്കുന്ന സമയത്തുണ്ടല്ലോ അശ്വിൻ ശരിക്കും പറഞ്ഞാൽ ആരും കാണാണ്ട് ശ്രുതിയുടെ ഡാൻസ് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിൻ ചിരിക്കണൊക്കെ ഉണ്ട്. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. ആഹാ നീ കൊള്ളാലോ കുഞ്ഞ, നീ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ചിരി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ, നീ എന്തിനാ കുഞ്ഞ ഇങ്ങനെ ചിരിക്കാതെയൊക്കെ ഇരിക്കുന്നത്? അപ്പോൾ നിന്നെ ഇപ്പം ചിരിക്കാൻ വേണ്ടി ശ്രുതിയുടെ ഡാൻസ് തന്നെ വേണ്ടി വന്നു അല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിനൊന്നും മിണ്ടാതിരിക്കാട്ടോ. പക്ഷെ അശ്വിൻ ശരിക്കും ആ ഡാൻസ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ശ്രുതിയുടെ അടുത്ത് അശ്വിൻ വരുന്നുണ്ട്. ശ്രുതിയുടെ പറയുന്നുണ്ട്, ഡാൻസ് അതിമനോഹരമായിരുന്നു എന്ന് പറയുമ്പോൾ താങ്ക് യു സർ എന്ന് ശ്രുതി പറയാണ്. ശരിക്കും നീ എന്നോടല്ലേ താങ്ക്സ് പറയേണ്ടത്, അതെന്തിനാ ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അതെ നീ അത്രയും ഡാൻസ് ഫുള്ളും എന്നെ കളിയാക്കിയിട്ടല്ലേ ഡാൻസ് കളിച്ചത്? സോറി സർ, ഞാൻ സാറിനെ കളിയാക്കിയിട്ട് നല്ല ഡാൻസ് കളിച്ചത്, നീ എന്നെ കളിയാക്കി തന്നെയാണ് ഡാൻസ് കളിച്ചത്, അത് നിനക്ക് അറിയാം, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി നീ എന്നെ കളിയാക്കിയിട്ടാണ് ഡാൻസ് കളിച്ചതെന്ന്. നീ എന്താ പാടിയത്? ആ പാട്ടിൻ്റെ വരി എന്തായിരുന്നു? കലമാനെ ദൃഷ്ടം കൂടാൻ ഒരു സിംഹം വന്നു. സുരു അതുപോലെ തന്നെ എന്താണ് പേടമാൻ്റെ ഹൃദയോ എന്തൊക്കെയാണ് വരികൾ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊന്നും എനിക്ക് ഓർമ്മയില്ല സർ എന്ന് പറയാണ്. എന്തായാലും നിൻ്റെ ഡാൻസ് എന്നെ കളിയാക്കി കളിച്ചതുകൊണ്ട് തന്നെ അതിഗംഭീരമായിരുന്നു. പക്ഷേ നിനക്ക് അതിനും എൻ്റെ സഹായം വേണ്ടി വന്നു എന്ന് പറയാണ്. ഡാൻസിന് പോലും എൻ്റെ സഹായം വേണ്ടി വന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ, അതെ സർ, എനിക്ക് നിങ്ങളുടെ അടവൊക്കെ മനസ്സിലായി. എൻ്റെ പെർഫോമൻസ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയല്ലേ നിങ്ങൾ? എൻ്റെ പെർഫോമൻസ് കുളവാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നീ എന്തായാലും തോൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ജയിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും, ഈ അശ്വിൻ സാറാം. പിന്നെ നീ എത്രയൊക്കെ അനുകരിച്ചാലും എന്നെപ്പോലെ ആവാൻ പറ്റില്ല ശ്രുതികുമാരി ലക്ഷ്മി എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ സാർ, അത് സാർ പറഞ്ഞാൽ വളരെ ശരിയാണ്, ഒരിക്കലും എനിക്ക് നിങ്ങളെപ്പോലെ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വിരലിൽ വെച്ചിട്ട് അശ്വിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ തൊടുവാട്ടോ. എനിക്ക് നിങ്ങളാവാൻ പറ്റില്ല, കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തൊടുവാണ്. അതായത് ഹൃദയമുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ്റെ നെഞ്ചിങ്ങനെ പിടയ്ക്കുവാട്ടോ. ശ്രുതിയുടെ നെഞ്ചിങ്ങനെ പിടക്കുവാണ്. അങ്ങനെ ശ്രുതി അശ്വിനെ അറിയാണ്ടാണെങ്കിൽ തൊട്ടെങ്കിൽ പോലും രണ്ടുപേരും പരസ്പരം അത് ഇങ്ങനെ നെഞ്ചിടിപ്പിങ്ങനെ കൂട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതിക്ക് എന്തോ പോലെ ആവാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാണ്. അശ്വിനും വല്ലാത്ത പോലെ ആവുന്നുണ്ട്. അശ്വിനും അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി അപ്പുറത്തേക്ക് പോയി ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. അടുത്ത ഡാൻസിനുള്ള ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് വീണ്ടും ശ്രുതി ആ ദേവിക എന്ന് പറഞ്ഞ പെണ്ണിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മാറാനുള്ള ഡ്രസ്സ് എടുക്കുവാണ്. അതൊരു സാരിയാണ് കേട്ടോ. ആ സാരി എടുക്കുന്ന സമയത്ത് അവിടേക്ക് ശ്യാം വരുവാണ്. ശ്യാം നോക്കുമ്പോഴേക്കും ആ സാരിയുടെ പുറത്ത് ആ തേളിരിക്കണത് കാണുക കേട്ടോ. ശ്രുതി എന്ന് ശ്യാം വിളിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി കേൾക്കുന്നേ ഇല്ല. ശ്രുതി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്ത് ശ്യാം പെട്ടെന്ന് തന്നെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആ സാരി തട്ടിമറിച്ച് മാടിക്കുകയാണ്. നീ ഈ സാരി ഉടുക്കണ്ട എന്ന് പറഞ്ഞ് അപ്പോഴേക്കും താൻ എന്താണ് എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്, തനിക്ക് നാണമില്ലേടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് ശ്യാം. അതിനുശേഷം ശ്രുതിയുടെ പറഞ്ഞത്, ഇവിടെ നടന്നതൊന്നും ആർത്തും പറഞ്ഞു പോകരുത്, പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കുക കേട്ടോ. ശ്രുതിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ശ്രുതി ശ്യാമിനെ നോക്കുമ്പോഴേക്കും കൈവിട് എന്ന് ശ്രുതി പറയുമ്പോൾ ശ്യാം ഇങ്ങനെ ശ്രുതിയുടെ കൈ ഇങ്ങനെ ബലത്തിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്യാം കൈ വിട്ടിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഭാഗത്ത് അശ്വിൻ ഉണ്ടാവും കേട്ടോ. പക്ഷെ അശ്വിൻ അതൊന്നും കാണുന്നില്ല.
മിണ്ടുന്നില്ല. ശ്യാം പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് അശ്വിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, ശ്രുതിക്ക് എന്തോ ഒരു വിഷമം പറ്റിയ പോലെ അശ്വിനെ തോന്നുന്നത്. അങ്ങനെ തോന്നുന്നതും അശ്വിൻ വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോകുവാണ്. ശ്രുതി ആ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അശ്വിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ കരയണത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കരഞ്ഞില്ലല്ലോ. ഓ, അപ്പം നിന്റെ അഭിനയമായിരുന്നോ? ശരി, നീ ശരിക്കും അഭിനയിച്ചോ? കാരണം നിനക്ക് ഇനി കരയാനുള്ളതാ. മത്സരത്തിൽ തോക്കുമ്പോൾ നീ കരയണമല്ലോ, അപ്പം അതുകൊണ്ട് നീ നന്നായിട്ട് അഭിനയിച്ച് കരഞ്ഞോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം അശ്വിൻ നോക്കുമ്പോൾ വീണ്ടും ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അശ്വിനും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്, ശ്രുതിയും അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ്. ആകാശ് നോക്കുമ്പോൾ പ്രീതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്താടോ പ്രീതി, താനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നല്ല, ശ്രുതിയുടെ കൂടി ഡാൻസ് കളിക്കാൻ വന്ന ആ പെൺകുട്ടിയില്ലേ, ആ കുട്ടി ഇതുവരെ വന്നിട്ടില്ല. അതെന്താ വരാത്ത അറിയില്ല എന്ന് പറയാണ്. ശ്രുതിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. ഓ, ഇതൊക്കെ അത്ര കാര്യത്തിലെടുക്കണോ? ചെറിയൊരു മത്സരം പോലെ നടക്കുകയല്ലേ, അതിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും, പക്ഷേ അശ്വിൻ സാറും അതുപോലെ തന്നെ ശ്രുതിയും അങ്ങനെയല്ല എടുത്തേക്കുന്നത്. വലിയ എന്തോ അന്താരാഷ്ട്ര മത്സരം പോലെയാണ് അവർ കാണുന്നത് എന്ന് പറയുമ്പോഴേക്കും, അത് ശരിയാ, രണ്ടുപേരും ചില സമയത്ത് കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിലാണെന്ന് തോന്നും, ചിലപ്പോൾ രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നും എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് അഞ്ജലി വരുവാണ്. ആകാശേ, നീ ശ്യാമേട്ടനെ കണ്ടിരുന്നോ? ഇല്ല ചേച്ചി, ശ്യാമേട്ടനെ കണ്ടില്ലല്ലോ. ശ്യാമേട്ടൻ്റെ ഒരു കാര്യം എവിടെ പോയി ഒന്നും പറയാണ്ട് പോകും. എനിക്ക് അങ്ങ് അനൗൺസ് ചെയ്ത് മതിയായി. ശ്യാമേട്ടൻ ഉണ്ടെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്യാൻ പറയാണ്ടായിരുന്നു സ്റ്റേജിൽ കയറിയിട്ട്. ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് ആകാശ് പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ അഞ്ജലി ചേച്ചിക്ക് എന്തുമാത്രം ഇഷ്ടമാണ് ശ്യാമേട്ടനെ നോക്കിയേ, നമുക്കും കല്യാണം കഴിയുമ്പോൾ അവരെ പോലെ ആവണം പ്രീതി, അത്രയും നമുക്ക് സ്നേഹിച്ച് കഴിയണമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും പ്രീതിയുടെ മുഖം ഒന്ന് മാറും കേട്ടോ. എന്താണ് തൻ്റെ മുഖം മാറിയത് എന്ന് ആകാശ് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിന്നതാണ് എന്നിങ്ങനെ പ്രീതി പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണിനെ, ദേവിക എന്ന് പറഞ്ഞ പെണ്ണിനെ. ആ പെണ്ണിന് ഫോണും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ അങ്ങനെ കൂട്ടുകാരത്തിലൊക്കെ ബഡായി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ അമ്മായി വരുന്നുണ്ട്. മനോരമ അവിടെ നിന്ന് നിന്നേ എന്ന് പറയാണ്. എന്താ കാര്യം? നിങ്ങളെ എനിക്ക് ഡാൻസ് കളിക്കണ മുമ്പ് എന്തെങ്കിലും കലക്കി തന്നായിരുന്നോ? ഞാനിതിൽ അങ്ങനെ ചെയ്യണത് അല്ല, എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. നിങ്ങളോട് ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് കുഴപ്പങ്ങൾ തുടങ്ങിയത്. അതെ, നിങ്ങൾ സ്റ്റെപ്പെല്ലാം തെറ്റിച്ചു, പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചതാണ് നിങ്ങളുടെ കൂടെ, എന്നിട്ട് ഇപ്പം എനിക്ക് കുറ്റം തന്നോ? ഇല്ല, നിങ്ങൾ എന്തോ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വരുന്നത് വരിക കേട്ടോ. എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോഴേക്കേ മനോരമ പറയണ്ട, അത് വേറെ ഒന്നുമല്ല, ഈ അമ്മായി ശരിക്കും ഡാൻസ് കളിച്ചില്ല, ഇപ്പം എന്നെ കുറ്റപ്പെടുത്താൻ വരുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, രാധേ നീ നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചു കേട്ടോ, നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്നൊക്കെ പറയാണ്. വെറുതെ രണ്ടുപേരും വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയാണ്. അതിനുശേഷം മുത്തശ്ശി അവിടെ നിന്ന് പോവാട്ടോ. പക്ഷെ നമ്മുടെ അമ്മായിക്ക് വല്ലാത്ത ഡൗട്ട് ഉണ്ട്, നമ്മുടെ മനോരമ എന്തോ ചെയ്തെന്ന് വലിയ ഡൗട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര വഴക്കും വക്കാണോ ഒക്കെ ആവുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്, ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ടിട്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. നാളെ മുതൽ കറക്റ്റ് ആക്കിയിട്ട് പറയാം. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.